Good morning. Today going to talk about patient record management. Hospital records management എന്ന് പറയുന്ന സബ്ജക്റ്റിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പേഷ്യൻ്റ് റെക്കോർഡ് ഈസ് ദ പ്രിൻസിപ്പൽ റിപ്പോസിറ്ററി ഫോർ ഇൻഫോർമേഷൻ കൺസേണിങ് പേഷ്യൻസ് ഹെൽത്ത് കെയർ. നമ്മുടെ പേഷ്യൻ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു ശേഖരമാണ്. അതായത് പേഷ്യൻറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റെക്കോർഡാണ് പേഷ്യൻ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. വെർച്വലി എവരി വൺ അസോസിയേറ്റഡ് വിത്ത് പ്രൊവൈഡിങ് റിസീവിങ് ആൻഡ് റീഇംബേഴ്സിങ് ഹെൽത്ത് കെയർ സർവീസസ്. നമുക്ക് റിസീവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സർവീസസ് എന്തൊക്കെയാണ് കിട്ടുന്നത്, എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്യാഷിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ്, തിരിച്ചടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പേഷ്യൻ്റ് റെക്കോർഡിൽ ഇൻവോൾവ്ഡ് ആണ്. ഈ പേഷ്യൻ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഡോക്യുമെൻറ്റേഷൻ്റെ ഉദ്ദേശം, അത് ഡോക്യുമെൻ്റായിട്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു ഫോസ്റ്റർ ക്വാളിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതായത് ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട്, അതായത് കണ്ടിന്യൂ ചെയ്തിട്ട് കെയർ കൊടുക്കാനും പേഷ്യൻ്റ് റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. എ മെഡിക്കൽ ചാർട്ട് ഈസ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് പേഷ്യൻ്റ് കീ ക്ലിനിക്കൽ ഡാറ്റ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി. ആ ചാർട്ടിൽ കീ മെയിനായിട്ടുള്ള എല്ലാ ക്ലിനിക്കൽ ഡാറ്റകളും ഹിസ്റ്ററീസും ഉണ്ടായിരിക്കും. ഡെമോഗ്രഫീസ്, വൈറ്റൽ സയൻസ്, ഡയഗ്നോസിസ്, മെഡിക്കേഷൻസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, പ്രോഗ്രസ് നോട്ട്സ്, ഇമ്മ്യൂണൈസേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അലർജീസ് ഉണ്ടെങ്കിൽ അലർജീസ്, റേഡിയോളജി ഇമേജസ്, ലബോറട്ടറി ടെസ്റ്റസ്, അതൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. ദി സെക്ഷൻ ഇൻക്ലൂഡ്സ് പേഷ്യൻ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ജെൻഡർ, റേസ്, മാരിറ്റൽ സ്റ്റാറ്റസ്, നെയിം ഓഫ് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ, അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു പേഷ്യൻ്റ് റെക്കോർഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഇൻ പേഷ്യൻ്റ് റെക്കോർഡിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അക്കൗണ്ട് ഓഫ് ഈച്ച് എപ്പിസോഡ്സ് വിത്ത് ദ പേഷ്യൻ്റ് വിസിറ്റഡ് ഓർ സോട്ട് ട്രീറ്റ്മെൻറ്റ് റിസീവ്ഡ് കെയർ ഫോർ റെഫറൽ ഫോർ കെയർ. അതായത് ഓരോ പ്രാവശ്യം ഓരോ എപ്പിസോഡായിട്ട് നമ്മൾ വന്നിട്ട് ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളതൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഈ പേഷ്യൻ്റ് റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. റെസ്പോൺസിബിലിറ്റി ടു ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് പേഷ്യൻ്റ് റെക്കോർഡ് ഈ ഡെലിഗേറ്റഡ് ടു ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്. അതായത് ഇത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാനുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സിനെ, അതായത് ഡോക്ടേഴ്സ് എഴുതേണ്ട കാര്യങ്ങൾ ഡോക്ടേഴ്സ് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നേഴ്സസ് എഴുതേണ്ട കുറേ നോട്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സ് എഴുതേണ്ടതായിട്ടുമുണ്ട്. ഇതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദ റെക്കോർഡ് ഈസ് കോൺഫിഡൻഷ്യൽ ആൻഡ് യൂഷ്വലി ഹെൽഡ് ബൈ ദ ഫെസിലിറ്റി ആൻഡ് ഇൻഫോർമേഷൻ റീച്ച്ഡ് ഓൺലി ടു പേഷ്യൻ്റ് വിത്ത് ദ പേഷ്യൻ്റ് റിട്ടേൺ പെർമിഷൻ. അതായത് ഇത് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണം. ഒന്നുകിൽ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻ്റെ റിട്ടേൺ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള പേഷ്യൻ്റ് ഡിനോട്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. പിന്നെ ഇനീഷ്യൽ അസസ്മെൻറ്റിൽ ഹെൽത്ത് സ്റ്റാറ്റസ്, ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ടെസ്റ്റ് പെർഫോം ചെയ്തിട്ടുള്ളത്, നേഴ്സസിൻ്റെ നോട്ട്, ഫിസിഷ്യൻ്റെ നോട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പേഷ്യൻ്റ് റെക്കോർഡിൽ ഉണ്ടായിരിക്കും. എ പ്രോബ്ലം ഓറിയൻറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഈസ് ഓൾസോ കണ്ടി മാസ്റ്റർ പ്രോബ്ലം ലിസ്റ്റ്. അതായത് എന്തൊക്കെ അസുഖങ്ങളാണ് ഇയാൾക്കുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പേഷ്യൻ്റ് റെക്കോർഡ് ഇംപ്രൂവ്മെൻറ്റ് കുഡ് മേക്ക് മേജർ കോൺട്രിബ്യൂഷൻ ടു ഇംപ്രൂവിങ് ദ ഹെൽത്ത് കെയർ. അതായത് പേഷ്യൻ്റ് റെക്കോർഡ് എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിയമമുണ്ട്. ജനറൽ അക്കൗണ്ടിങ് ഓഫീസ് എന്ന് പറയുന്ന 1991 വന്നിട്ടുള്ള ഒരു നിയമപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മളിപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റിലാണ് മോസ്റ്റ്ലി റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളത് ഓട്ടോമേറ്റഡ് ആയിട്ട് പേഷ്യൻ്റ് റെക്കോർഡ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് പേഷ്യൻ്റ് റെക്കോർഡ്സൊക്കെ ഹെൽത്ത് കെയർ ഡെലിവറിയിൽ ചെയ്യണം. അതായത് അത് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് റെക്കോർഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റ ആക്സസ് ചെയ്യാനും റിട്രൈവ് ചെയ്യാനും ഹൈ ക്വാളിറ്റി ഡാറ്റ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയത് കൊണ്ടുള്ള ബെനിഫിറ്റാണ് പറയുന്നത്. ഓട്ടോമേറ്റഡ് പേഷ്യൻ്റ് റെക്കോർഡ്സ് എൻഹാൻസ് outcomes research problems by electronic capturing clinical information for evaluation. അതായത് നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ഈ അസുഖത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഡാറ്റകൾ കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമേറ്റഡ് പേഷ്യൻ്റ് റെക്കോർഡ്സിൽ ഹോസ്പിറ്റൽ എഫിഷ്യൻസി, റെഡ്യൂസിങ് കോസ്റ്റ് ആൻഡ് ഇംപ്രൂവിങ് സ്റ്റാഫ് പ്രൊഡക്ടിവിറ്റി. നമുക്ക് ഹോസ്പിറ്റൽ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കുക, സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടി കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് മെഡിക്കൽ റെക്കോർഡ്സ് ബിഗിൻസ് വിത്ത് പേഷ്യൻ്റ് ഫസ്റ്റ് അഡ്മിഷൻ മുതൽ മെഡിക്കൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഇത് കൺട്രി ടു കൺട്രി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ദ അഡ്മിഷൻ ക്ലർക്ക് മസ്റ്റ് ലുക്ക് ഫോർ ദ ഫൈൻഡ് ഓൾഡ് നമ്പർ. ആ ഓൾഡ് നമ്പർ കണ്ടെത്തിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻപേഷ്യൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു 4 മണിക്കൂറിലും കൂടുതൽ അല്ലെങ്കിൽ ഓവർനൈറ്റ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട് പേഷ്യൻ്റായിട്ട് ഇൻപേഷ്യൻ്റായിട്ട് കൺസിഡർ ചെയ്യും. അതായത് 4 മണിക്കൂറിന് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് രാത്രി സ്റ്റേ ചെയ്താൽ അത് ഇൻപേഷ്യൻ്റായിട്ട് കൺസിഡർ. അപ്പോൾ
ഇൻപേഷ്യൻറ്റിൻ്റെയാണ് നമ്മൾ കൂടുതലും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. അപ്പോൾ അതിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഫോംസ് ഉണ്ടായിരിക്കണം, ഒരു ക്ലിപ്പ് ബോർഡ് ഉണ്ടായിരിക്കും, അഡ്മിഷനും ഔട്ട് പേഷ്യൻ്റ് നോട്ട്സ് ഉണ്ടായിരിക്കും, മെഡിക്കൽ റെക്കോർഡ് ഫോൾഡർ അതിലുണ്ടായിരിക്കും. ഇനി ബേസിക് സെറ്റ് ഓഫ് ഫോംസ് ഇൻപേഷ്യൻ്റ് ആകുമ്പോഴാണ് നമ്മൾ കൂടുതൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മൾ പേഷ്യൻ്റ് അവിടെ കിടക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ആ റെക്കോർഡ്സ് നമ്മൾ കാണുന്നത്. ദെൻ അതിലുണ്ടാവേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ, ഫൈനൽ ഡയഗ്നോസിസ്, ഡിസീസസ്, ഓപ്പറേഷൻ കോഡ്, ഡോക്ടേഴ്സ്, അറ്റൻഡിങ് ഡോക്ടേഴ്സിൻ്റെ സിഗ്നേച്ചർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ കൺസെൻറ്റ് വാങ്ങും, നമ്മൾ സമ്മതപത്രമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ആ സമ്മതപത്രങ്ങൾ വാങ്ങിയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ റെഫറൻസ് ലെറ്റർ, നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും റെഫർ ചെയ്തിട്ടുള്ള ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് ആ പേഷ്യൻ്റ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റെഫറൻസ് ലെറ്ററൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്ന ഇൻഫോർമേഷൻ? ഒന്ന് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണം, പിന്നെ അഡ്മിഷൻ നോട്ട്സ്, പേഷ്യൻ്റ് ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി, സിംറ്റംസ് കാണിക്കുക, അതൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ ഡയഗ്നോസിസിൻ്റെ പേഷ്യൻ്റെ നെയിം കാര്യങ്ങളൊക്കെ ബ്രോഡ് ടു ഹോസ്പിറ്റൽ, എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. ക്ലിനിക്കൽ പ്രോഗ്രസ് നോട്ട്സ്, പേഷ്യൻ്റ് ഡെയിലി ട്രീറ്റ്മെൻറ്റ് റിയാക്ഷൻ, ക്ലിനിക്കലായിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ചാർട്ട്, ബ്ലഡ് പ്രഷർ, അതൊക്കെ നമ്മൾ ഇൻപേഷ്യൻറ്റിൻ്റെ ചാർട്ടിൽ ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ റിപ്പോർട്ട്, ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട്, ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പത്തോളജി റിപ്പോർട്ട്സ്, ഹെമറ്റോളജി, ഹിസ്റ്റോളജി, മൈക്രോബയോളജി അതിൻ്റെ, അതായത് ടെസ്റ്റുകളൊക്കെ നടത്തിയതിൻ്റെ അത് റിപ്പോർട്ട്സ്, എക്സ്റേ ഒക്കെ. ഓർഡേഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, മെഡിക്കേഷൻ റെഫേർഡ്, ഏതെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രിങ് ഇറ്റ്, നേഴ്സസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. സ്പെഷ്യൽ നേഴ്സിംഗ് ഫോംസ് ഓർ ഒബ്സർവേഷൻ ഓഫ് ഹെഡ് ഇഞ്ചുറീസ്, പ്രത്യേക നേഴ്സിംഗ് കെയറോ കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതൊക്കെ നമ്മൾ ഇൻപേഷ്യൻ്റ് റെക്കോർഡ്സിൽ പ്രോപ്പറായിട്ട് ഈ ഡീറ്റെയിൽസ്, ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.